എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപേക്ഷിച്ച എല്ലാവരും ആപ്ലിക്കേഷൻ നമ്പറും യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികളോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റോ കറക്ഷനോ വല്ല ആവശ്യമാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, സെപ്റ്റംബർ 25 തീയതിക്കുള്ളിൽ എന്ത് ചെയ്യുക, മെയിൽ അയയ്ക്കുക. സെപ്റ്റംബർ 25 5 മണിക്കുള്ളിലായിട്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, തെറ്റ് വല്ലതുണ്ടെങ്കിൽ പരാതികളോ വല്ലതുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവർക്ക് അറിയിച്ചിരിക്കണം. പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഡെമോയാണ്. ഇത് കഴിഞ്ഞ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരും. അപ്പോൾ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് കിട്ടിയ റാങ്ക് കൂടാം, ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എന്താണ്, ചിലപ്പോൾ സെയിം റാങ്ക് ആയിരിക്കും ഫൈനലിൽ. ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന റാങ്ക് എത്രയാണോ ആ റാങ്കാണ് നിങ്ങൾക്ക് ലാസ്റ്റ് വരെയുള്ള അലോട്ട്മെൻറ്റ്സിൽ എന്ത് ചെയ്യുന്നത്, പരിഗണിക്കുന്നത്. ആ റാങ്ക് ആയിരിക്കും പരിഗണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആയാലും സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആയാലും. ഇനി അഥവാ ബാക്കി അലോട്ട്മെൻറ്റ്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഫൈനലിൽ കിട്ടുന്ന റാങ്കും ആൻഡ് ഇൻഡെക്സ് നിങ്ങൾക്ക് സെയിം ആയിരിക്കും, അത് മാറത്തില്ല. ആ റാങ്ക് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പരിഗണിക്കുന്നത്. ആ റാങ്ക് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, അലോട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എടുക്കാനായിട്ട് എന്ത് ചെയ്യുക, ഒഫീഷ്യൽ സൈറ്റിൽ ടോപ്പിൽ 3 ലൈൻസ് കാണും. നമ്മുടെ ലോഗിൻ ഓപ്ഷനൊക്കെ ഉള്ള അതിൻ്റെ താഴെ എന്താണ് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് കാണാൻ പറ്റും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഇത് കാണും. അതിൽ റാങ്ക് ലിസ്റ്റ് 2 റാങ്ക് ലിസ്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഡി ഫാമിനും പിന്നെ എന്താണ് DH, അതായത് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടറും പിന്നെ അതിൻ്റെ അതർ പാരാമെഡിക്കൽ കോഴ്സസിനും. അങ്ങനെ 2 റാങ്ക് ലിസ്റ്റ്, അതായത് ഡിപ്ലോമ ഇൻ ഫാർമസി ഡി ഫാമിന് പ്രത്യേകം ആയിട്ട് റാങ്ക് ലിസ്റ്റ് കാണും. പിന്നെ DHI ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡ് അതർ പാരാമെഡിക്കൽ കോഴ്സസ്, മറ്റ് പാരാമെഡിക്കൽ കോഴ്സസിന് പ്രത്യേക റാങ്ക് ലിസ്റ്റ് ആണുള്ളത്. സോ നിങ്ങൾക്ക് കോട്ട സെലക്ട് ചെയ്യുക. EWS ഉണ്ട്, സ്റ്റേറ്റ് മെറിറ്റ് ഉണ്ട്, ഈടവ, അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ അറിയാൻ താല്പര്യമുള്ളത് അത് നിങ്ങൾ സെലക്ട് ചെയ്യാൻ. നിങ്ങൾക്ക് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, കുറേ ഇതേപോലെയുള്ള ലിസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇൻഡെക്സും പിന്നെ ബാക്കിയുള്ളവരുടെ ഇൻഡെക്സ് എത്രയാണ്, അവരുടെ ആപ്ലിക്കേഷൻ നമ്പർ, അവരുടെ കമ്മ്യൂണിറ്റി ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഇതേപോലെ എല്ലാവരെയും, അതായത് ഇതിൽ അപ്ലൈ ചെയ്ത എല്ലാവരുടെയും റാങ്ക് ലിസ്റ്റ്, പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ഇതേപോലെ കാണാനായിട്ട് സാധിക്കും. സോ ഇത് കഴിഞ്ഞ് കറക്ഷൻ വല്ലതുണ്ടെങ്കിൽ, അത് പരാതി വല്ലതുണ്ടെങ്കിൽ അത് നിശ്ചിത തീയതിക്കുള്ളിൽ അറിയിച്ചതിന് ശേഷം, അത് പരിഹരിച്ചതിന് ശേഷമായിരിക്കും അടുത്ത ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. സോ അപ്പോൾ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് റാങ്ക് ചിലപ്പം കൂടിയെന്ന് വരും, അല്ലെങ്കിൽ കുറച്ചുകൂടെ കുറഞ്ഞെന്ന് വരും, അല്ലെങ്കിൽ എന്താണ് സെയിം ആയിരിക്കും. സോ അതെങ്ങനെയാണ് കൂടുന്നത് കുറയുന്നതെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഇടയ്ക്ക് അവർ സമയം തരും എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അറിയിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ജസ്റ്റ് കൊടുത്ത മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പെട്ടെന്നൊരു ലിസ്റ്റ് ഉണ്ടാക്കിയതാണ്. ഫൈനൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ എന്താണ്, അതിനനുസരിച്ച് അതിന് മാറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഇത് ജസ്റ്റ് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റാണ്. ഫൈനൽ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഒറിജിനൽ ആയിട്ടുള്ള നിങ്ങളുടെ റാങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് കഴിഞ്ഞ് ഫൈനൽ റാങ്ക് ലിസ്റ്റും കൂടെ വന്നതിന് ശേഷം അവർ അപ്രൂവ് ചെയ്ത കോളേജസ് എന്ത് ചെയ്യും, സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുകയും അതിനുശേഷം എന്താണ് ഓപ്ഷൻ രജിസ്ട്രേഷനാണ്, ട്രയൽ അലോട്ട്മെൻറ്റിൽ വേണ്ടി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ഈ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിൽ എല്ലാവരുടെയും റാങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ എന്താണ്, ഓരോരോ കമ്മ്യൂണിറ്റികൾ ഉണ്ട്, ഇതിൽ ഉള്ള കമ്മ്യൂണിറ്റികൾ അത്രയും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റിൽ റാങ്ക് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ഇയറിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 വിഷയത്തിൻ്റെയും മാർക്കാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. 300-ൽ എത്രയാണെന്ന് നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. സോ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരുടെയും പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷണൽ റാങ്ക് ഇതിലൂടെ നോക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും യൂസർ ഐഡി പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും, അവിടുന്ന് നിങ്ങളുടെ മാത്രമായിട്ടുള്ള റാങ്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് ഏറ്റവും കൂടുതൽ എളുപ്പമെന്ന് തോന്നുന്നു ഇതിനെക്കാട്ടി. സോ ഇതെല്ലാം നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് പരാതിയൊന്നുമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. സോ ഒരേ ഇൻഡെക്സ് മാർക്കുള്ളവർക്ക് റാങ്കിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പക്ഷത്തിൽ, അതായത് ഇൻഡെക്സ് മാർക്കൊക്കെ സെയിം ആവുന്ന പക്ഷത്തിൽ എന്ത് ചെയ്യും, അവർ നിങ്ങളുടെ വേറെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ എന്ത് ചെയ്യും, മാർക്കും കൂടെ നോക്കും. അതും ഈക്വലായിട്ട് വരികയാണെങ്കിൽ എന്താണ്, ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെയൊക്കെ വെച്ചിട്ട് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, റാങ്ക് നിങ്ങൾക്ക് തരുന്നത്. LBSനെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ കൊടുത്ത മാർക്കിലോ വല്ലതിലോ മിസ്റ്റേക്ക് വല്ലതും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അവരടുത്ത് അത് അറിയിക്കുക. ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് ഇനി സാധിക്കത്തില്ല. സോ അതുകൊണ്ടാണ് പറയുന്നത്, എത്രയും പെട്ടെന്ന് തന്നെ അങ്ങനെ വല്ല പരാതികളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പരിഹരിക്കുക. അപ്പോൾ ഇതിൽ വരുന്ന കോഴ്സസ് ഏതൊക്കെയെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഡിപ്ലോമ ഇൻ ഡെൻ്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റൻസ്, ഡിപ്ലോമ ഫാർമസി, ഡിപ്ലോമ റെസ്പിറേഷൻ ടെക്നോളജി, ഡയാലിസിസ്, അങ്ങനെ ഉള്ള കോഴ്സൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള കോഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതൊക്കെ കോഴ്സസാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോഴേ സെലക്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമിലുള്ള ആ കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ കുറേ പേരൊക്കെ ഇതിൻ്റെ പ്രോസസ്സൊക്കെ എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാതിരിക്കുന്നുണ്ടാവും. അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ആൾ.